ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ക്യൂട്ടായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ളൊരു പേപ്പർ എടുക്കുക. പേപ്പർ നമ്മളിവിടെ 7 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലത്തെ 10 പീസസാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മളെടുത്ത പേപ്പർ കോർണർ ടു കോർണർ ഒന്ന് മടക്കി കൊടുക്കാം. കോർണറുകൾ മടക്കി കഴിയുമ്പോൾ നമുക്ക് അതിനുള്ളിലായിട്ട് അതേപോലെ ഒരു ക്രോസ് ലൈൻ കിട്ടും. ഇനി അതിൽ ഒരു ലൈനിൻ്റെ, അതായത് ഒരു കോർണർ എടുക്കുക. എന്നിട്ട് അത് ലൈനിൻ്റെ 2 സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഒരു സൈഡ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സൈഡും ഇതേ രീതിയിൽ തന്നെ ചെയ്യുക. നമ്മളിങ്ങനെ മടക്കി കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് മടക്കി കഴിയുമ്പോൾ നമുക്ക് ഇനിയുള്ള സ്റ്റെപ്പ് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് മുകളിലും താഴെയല്ലാതെ അതിൻ്റെ സെൻറ്ററിലായിട്ടും ഇതേപോലെ ഒരു ക്രോസ്ഡ് ലൈൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലേക്കാണ് അടുത്തതായിട്ട് നമ്മൾ മടക്കി കൊടുക്കേണ്ടത്. ഓപ്പോസിറ്റ് സൈഡും ഇതേ രീതിയിൽ തന്നെ ഒന്ന് മടക്കിയെടുക്കാം. നമ്മളിപ്പോൾ മടക്കി നിവർത്തിയ ഭാഗങ്ങളിലെല്ലാം അതേപോലെ ലൈൻ വന്നിട്ടുണ്ടായിരിക്കും. ഇനി അതിന് മുകളിലൂടെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി അതിൻ്റെ ചെറിയ വശം മുകളിലേക്കും വലിയ ഭാഗങ്ങൾ താഴേക്കുമായ രീതിയിൽ ഇതേ രീതിയിലൊന്ന് മടക്കി കൊടുക്കുക. മടക്കി കഴിഞ്ഞതിന് ശേഷം അത് രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കുക. ഇനി അതിൻ്റെ ഉൾഭാഗം ഇതേ രീതിയിലൊന്ന് വിടർത്തി കൊടുക്കാം. ഇതുപോലത്തെ 9 പീസസ് കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. ഇനിയുള്ള സ്റ്റെപ്പാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. ഓരോന്നും ഇതേ രീതിയിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. 2 ലെയേഴ്സാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 1 ലെയറിൽ 5 പീസസ് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഫസ്റ്റത്തെ ലെയർ ഫുള്ള് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ അടുത്ത ലെയർ കൂടി സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ വെറുതെ വെച്ചാലും മതി. അതല്ല കുറച്ചും കൂടി സെക്യൂർ ആയിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ വയ്ക്കാനായിട്ട് ഈസി ആൻഡ് ക്വിക്കായിട്ടുള്ളൊരു കുട്ടി ബോ ഉണ്ടാക്കിയെടുക്കാം. ബോ വയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റാർ കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ഏത് കളറിലുള്ള സ്റ്റാറാണോ വേണ്ടത് ആ കളറിലുള്ള പേപ്പർ എടുക്കുക. അളവ് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പേപ്പറിൻ്റെ അറ്റം അതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള പേപ്പറുകൾ അതിൻ്റെ എഡ്ജിൻ്റെ അതേ ലെവലിൽ അതേ രീതിയിൽ തന്നെ ഒന്ന് ചുറ്റിയെടുക്കാം. എല്ലാ സൈഡും കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
ബാക്കി വരുന്ന പേപ്പർ അതിനുള്ളിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ എഡ്ജസ് എല്ലാം നമുക്കൊന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഈ കുട്ടി സ്റ്റാറും കുട്ടി ബോയും വെച്ചിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം സ്റ്റാർ അതേപോലെ ക്രിസ്മസ് ട്രീയിലേക്ക് ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ബോ വെച്ച് കൊടുക്കാം. ഈ ഒരു കുട്ടി ക്രിസ്മസ് ട്രീ നമുക്ക് ഡെസ്റ്റിക്കറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.